നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൻ്റെ ശക്തി എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് മഹത്തായ ജീവിത വിജയമോ സാമ്പത്തിക സ്വാതന്ത്ര്യമോ മികച്ച ജീവിത നിലവാരമോ കെട്ടിപ്പടുക്കാൻ ആവശ്യമായ ഒരു പ്രധാനപ്പെട്ട തത്വമാണ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൻ്റെ ശക്തി എന്നുള്ളത്. നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണത്തിൻ്റെ സമാഹരണത്തിൽ വിജയം നേടാൻ ശക്തി ആവശ്യമാണ്. പ്ലാനുകൾ അവയെ പ്രവർത്തനത്തിലേക്ക് ഭാഷാന്തരം ചെയ്യുക ആവശ്യമായത്ര ശക്തിയില്ലെങ്കിൽ നിശ്ചലവും ഉപയോഗരഹിതവുമാണ്. ഒരു വ്യക്തി ശക്തി ആർജിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്നത് ഏത് രീതിയിലൂടെയാണെന്ന് നയിക്കുന്നത്. ശക്തിയെ സംഘടിപ്പിക്കപ്പെട്ടതും ബുദ്ധിപരമായ ദിശാനിർണയം ചെയ്യപ്പെട്ടതുമായ വിജ്ഞാനമെന്ന് നിർവചിക്കാൻ പറ്റിയേക്കാം. ഇവിടെ ഉപയോഗിച്ച തരത്തിലുള്ള വാക്ക് എന്ന നിലയിൽ ശക്തി ഒരു സംഘടിത പ്രയത്നത്തെ സൂചിപ്പിക്കുന്നു. അഭിലാഷത്തെ അതിൻ്റെ പണപരമായ സമമൂല്യമായി രൂപപരിണാമത്തിന് വിധേയമാക്കാൻ ഒരു വ്യക്തിക്ക് ആവശ്യമായത്ര സംഘടിത പ്രയത്നത്തെ പല ചിന്തകളുടെ ശക്തി ഒരുമിച്ചാൽ അത് ഒരു ഏറ്റവും വലിയ വിജയം സൃഷ്ടിക്കും. സംഘടിത പ്രയത്നം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരേ ലക്ഷ്യത്തിനു വേണ്ടി രണ്ടോ അതിലധികമോ ആളുകളുടെ പരിശ്രമങ്ങളുടെ ഏകോപനത്തിലൂടെയാണ്. പണത്തിൻ്റെ സമാഹരണത്തിന് ശക്തി ആവശ്യമുണ്ട്. പണം സമാഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ നിലനിർത്താനും ശക്തി ആവശ്യമാണ്. ശക്തി എങ്ങനെ ആവശ്യമായി വരുന്നുവെന്ന് നമുക്ക് നോക്കാം. ശക്തി സംഘടിപ്പിക്കപ്പെട്ട വിജ്ഞാനമാണെങ്കിൽ നമുക്ക് വിജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങൾ പരിശോധിച്ച് നോക്കാം. അനന്തമായ ബുദ്ധി അറിവിൻ്റെ ഈ സ്രോതസ്സിനെ സൃഷ്ടിപരമായ ഭാവനയുടെ സഹായത്തോടെ ബന്ധപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. സമാഹരിക്കപ്പെട്ട അനുഭവ പരിചയം മനുഷ്യൻ്റെ സമാഹരിക്കപ്പെട്ട അനുഭവ പരിചയത്തെ ഒരു പബ്ലിക് ലൈബ്രറിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. പരീക്ഷണങ്ങളും ഗവേഷണവും ശാസ്ത്രത്തിൻ്റെ മണ്ഡലത്തിൽ ആളുകൾ പുതിയ വസ്തുതകൾ ഓരോ ദിവസവും ശേഖരിക്കുകയും വർഗീകരിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. സമാഹരിക്കപ്പെട്ട അനുഭവപരിചയത്തിലൂടെ വിജ്ഞാനം ലഭ്യമല്ലെങ്കിൽ ഒരാൾ തിരിയേണ്ടത് അവിടേക്കാണ്. ഇവിടെയും മിക്കപ്പോഴും സൃഷ്ടിപരമായ ഭാവന ഉപയോഗിക്കപ്പെടുന്നു. മുമ്പ് പറഞ്ഞ ഏത് സ്രോതസ്സുകളിൽ നിന്നും അറിവ് സമാർജിക്കാനും അതിനെ സുനിശ്ചിതമായ പ്ലാനുകളിലൂടെ സംഘടിപ്പിക്കുവാനും ആ പ്ലാനുകളെ പ്രവർത്തനത്തിൻ്റെ പദാവലിയിലൂടെ പ്രദർശിപ്പിക്കുന്നതിലൂടെ ശക്തിയായി പ്രവർത്തിപ്പിക്കാനാവും. മാസ്റ്റർ മൈൻഡിനെ ഇങ്ങനെ നിർവചിക്കാനാവും. ഒരു വ്യക്തമായ ഉദ്ദേശത്തിൻ്റെ കൈവരിക്കലിനായി രണ്ടോ അതിലധികമോ ആളുകൾക്കിടയിൽ താളപ്പൊരുത്തത്തിൻ്റെ ഒരു സ്പിരിറ്റോടെ അറിവും പരിശ്രമവും ഏകോപിപ്പിക്കൽ. ഒരു മാസ്റ്റർ മൈൻഡിനെ തനിക്കായി ലഭ്യമാക്കാതെ ഒരു വ്യക്തിയും വലിയ ശക്തി ഉണ്ടാക്കില്ല. ശരിയായ വിധത്തിൽ തിരഞ്ഞെടുത്ത മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ശക്തിയുടെ അദൃശ്യമായ സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ കഴിയാനായി ഞങ്ങളുടെ മാസ്റ്റർ മൈൻഡ് തത്വത്തിൻ്റെ 2 സ്വഭാവവിശേഷങ്ങൾ വിശദീകരിക്കുന്നു. അതിലൊന്ന് സാമ്പത്തിക സ്വഭാവമുള്ളതും മറ്റേത് സൈക്കിക് സ്വഭാവമുള്ളതുമാണ്. തനിക്ക് പൂർണ്ണ ഹൃദയത്തോടെയുള്ള സഹായം പരിപൂർണമായ ഒരു താളപ്പൊരുത്തത്തോടെ തരാൻ തയ്യാറുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പിൻ്റെ ഉപദേശം, നിർദ്ദേശം, വ്യക്തിപരമായ സഹകരണം എന്നിവ കൊണ്ട് തന്നെ പൊതിയുന്നതിലൂടെ ഏതൊരു വ്യക്തിയും സാമ്പത്തികമായ മെച്ചങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഏറെക്കുറെ എല്ലാ വലിയ സമ്പത്തുകളുടെയും അടിസ്ഥാനം ഈ രൂപത്തിലുള്ള സഹകരണാത്മക സഖ്യമാണ്. ഈ വലിയ സത്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മനസ്സിലാക്കൽ തീർച്ചയായും നിങ്ങളുടെ ധനകാര്യ പദവി നിർണ്ണയിക്കും. മാസ്റ്റർ മൈൻഡ് തത്വത്തിൻ്റെ സൈക്കിക് ഘട്ടം മനസ്സിലാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഇനി പറയുന്ന പ്രസ്താവനയിൽ നിന്ന് നിങ്ങൾ ഒരു സുപ്രധാന അഭിപ്രായം പിടിച്ചെടുത്തേക്കാം. ഒരു 2 മനസ്സുകളും അദൃശ്യവും അനുഭവിച്ചറിയാൻ കഴിയാത്തതുമായ മൂന്നാമത്തേതൊന്നിനെ സൃഷ്ടിക്കാതെ ഒരുമിച്ച് വരുന്നില്ല. അതിനെ ഒരു മൂന്നാമത്തെ മനസ്സിനോട് ഉപമിക്കാൻ പറ്റിയേക്കും. മനുഷ്യ മനസ്സ് ഊർജത്തിൻ്റെ ഒരു രൂപമാണ്. അതിൻ്റെ ഒരു ഭാഗം ആത്മീയവുമാണ്. താളപ്പൊരുത്തത്തിൻ്റെ ഒരു സ്പിരിറ്റിൽ 2 ആളുകളുടെ മനസ്സുകൾ ഏകോപിപ്പിക്കപ്പെടുമ്പോൾ ഓരോ മനസ്സിൻ്റെയും ഊർജത്തിൻ്റെ ആത്മീയ ഘടകങ്ങൾ തമ്മിൽ പരസ്പരാഭിനിവേശം രൂപപ്പെടുന്നു. അതാണ് മാസ്റ്റർ മൈൻഡിൻ്റെ സൈക്കിക് ഘട്ടത്തെ ഉണ്ടാക്കിയെടുക്കുന്നത്. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ഈ പുസ്തകത്തിൽ പറയുന്ന കൂടുതൽ തത്വങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.